നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അത് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിരുന്നു. മന്ത്രി ബിന്ദുവിന്റെ പരമപുച്ഛത്തിനും ധാർഷ്ട്യത്തിനും കിളി പറത്തുന്ന മറുപടി കൊടുത്തു. സഖാവ് വിജിൻ MLA പരിപ്പിളക്കുകയും ചെയ്തു. രണ്ട് കമ്മികളുടെ കൂട്ടക്കരച്ചിലായിരുന്നു നിയമസഭ കണ്ടത്. വിഷയം കയറി കത്തുകയാണ്. നിയമസഭയിൽ നടന്ന അടിയുടെ ബാക്കി ഇപ്പോൾ പുറത്ത് കൊടുമ്പിരി കൊള്ളുന്നു. രാഹുലിന് മറുപടി കൊടുക്കാൻ പറ്റാതെ ബബ്ബബ അടിച്ച് കലി കയറിയ ബിന്ദു മൈക്ക് ഓഫാക്കിയ ശേഷം പല്ലും കടിച്ച് പോടാ ചെറുക്കാന്ന് വിളിച്ചുവെന്ന് പ്രതിപക്ഷം ബഹളം വെച്ചതും പച്ചക്കള്ളം പറയരുതെന്ന് ബിന്ദു കാവടിയെടുത്ത് തുള്ളിയതും സൈബർ ഇടത്തിലും ചാനലുകളിലും കത്തുന്നുണ്ട്. ദേശാഭിമാനിയും കൈരളിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ വാർത്ത കൊടുത്തു. ഇതോടെ CPM ഇടപെടലുണ്ടായി. ഇത്തരം നീക്കങ്ങൾ രാഹുലിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്, മണ്ടത്തരം കാണിക്കരുതെന്ന് MV ഗോവിന്ദന്റെ പ്രഖ്യാപനം. എന്നാൽ സംഭവം കൈവിട്ടുപോയി. സൈബറിടത്തിൽ CPM ഗുണ്ടകൾ ഇറങ്ങി രാഹുലിനെ തലങ്ങും വിലങ്ങും തെറി വിളിച്ചു. CPMന് രാഹുൽ ഭയം എന്ന പ്രചാരണമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ വിജിൻ സഖാവിനെയും സർവകലാശാല നിയമ ഭേദഗതി വിഷയത്തിൽ മന്ത്രി ബിന്ദുവിനെയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തിട്ട് കുടഞ്ഞത്. BJPയുടെ കാവ്യവൽക്കരണത്തിനെതിരെ കൊണ്ടുവന്ന നിയമം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചുവപ്പുവൽക്കരിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. കേരള യൂണിവേഴ്സിറ്റിക്ക് മുമ്പിലെ ആശാന്റെ പ്രതിമ മാറ്റി മന്ത്രി ബിന്ദുവിന്റെ പ്രതിമ വയ്ക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ എന്നായിരുന്നു മാങ്കൂട്ടത്തിലിന്റെ ആക്ഷേപം. ചാൻസലറുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകി. കേരളത്തിലെ സർവകലാശാലകളെ SFIയുടെ ഓഫീസാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കത്തിക്കയറി രാഹുൽ പറഞ്ഞു. എത്രയൊക്കെ തുള്ളിയാലും ഇനി ഒരു 8 മാസം കൂടിയേ മന്ത്രി ബിന്ദു ആ കസേരയിലുള്ളൂ എന്ന് രാഹുൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സർവകലാശാലയെ അടക്കി ഭരിക്കാനുള്ള മന്ത്രിയുടെ ആർത്തി ഈ നിയമത്തിന്റെ ഓരോ ഭാഗവും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി വ്യക്തമാകും. പ്രോ ചാൻസലറായ മന്ത്രിക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരം നൽകിയിരിക്കുകയാണ് സർ. ഇന്നിപ്പോ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ട മാറ്റമാണ്. അതായത് മുൻപ് ഇതിനകത്ത് നിഷ്കർഷിച്ചിരുന്നത് ഈ സർവകലാശാലയിൽ പ്രോ ചാൻസലറായ മന്ത്രിക്ക് മാത്രമല്ല അധികാരം. മന്ത്രി ഒരു ചിറ്റെഴുതി ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗത്തെയോ CIT-കാരനെ പറഞ്ഞു വിട്ടാ അവനും പോയി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ അക്കാദമികമായ കാര്യങ്ങളും വിലയിരുത്തി പരിശോധിച്ച് അഭിപ്രായം പറയാം. ആരാണ് സാർ ഇവരൊക്കെ മന്ത്രി ചുമതലപ്പെടുത്തുന്ന ആൾക്ക് എങ്ങനെയാണ് അങ്ങനെ അധികാരം ഉണ്ടാവുക? ഇവിടെ വൈസ് ചാൻസലറിൽ നിന്നും കഴിഞ്ഞ ദിവസം മന്ത്രി ഈ വിഷയത്തെ പറ്റി സ്റ്റഡിയുടെ അല്ല എന്ന് ഞാൻ പറയാനായിട്ടുള്ള ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഈ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ മുൻ മന്ത്രിയായ ശ്രീ AP അനിൽകുമാർ അദ്ദേഹം പറഞ്ഞു, മന്ത്രിയോട് പറഞ്ഞു, വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വൈസ് ചാൻസലർക്കുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ രജിസ്ട്രാർക്കാക്കി മാറ്റുന്ന നിയമവ്യവസ്ഥിതികൾ ഈ പുതിയ നിയമത്തിനകത്തില്ലേ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാ ദിവസത്തെയും എന്ന പോലെ സ്വതസിദ്ധമായ പുച്ഛവും പരിഹാസവും വാരി വിതറി അതിനെ അങ്ങ് ഇല്ലായ്മ ചെയ്തു. ഞാൻ ഈ ബില്ലൊന്ന് പരിശോധിച്ചു. ഈ ബില്ലിനകത്ത് കൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് സാർ. രജിസ്ട്രാർ സർവകലാശാലയുടെ എല്ലാ അധികാര സ്ഥാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരിക്കുന്നതും അദ്ദേഹം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതും തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായിരിക്കും. അപ്പോ VCയുടെ അധികാരം രജിസ്ട്രാർക്ക് നൽകുകയല്ല എങ്കിൽ പിന്നെ എന്തിനാണ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇനി പഴയ വ്യവസ്ഥ പറയാം, സ്റ്റാറ്റ്യൂട്ട് പറയാം, അതനുസരിച്ചാണല്ലോ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നത്. ഡിസിഷൻസ് ഓഫ് ദ വൈസ് ചാൻസലർ unless otherwise specifically provided the decision of the vice chancellor on any question relating to election shall be final. അതായിരുന്നു വ്യവസ്ഥ. മാത്രമല്ല റിട്ടേണിംഗ് ഓഫീസർ ആരായിരുന്നു മിനിസ്റ്ററെ? നേരത്തെ റിട്ടേണിംഗ് ഓഫീസർ the registrar or any other person authorized by the vice chancellor shall be returning officer for elections held by the university. അതായത് രജിസ്ട്രാർ തന്നെ റിട്ടേണിംഗ് ഓഫീസർ ആകണമെന്ന് പോലും നിർബന്ധമില്ലായിരുന്നു. വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തുന്ന രജിസ്ട്രാറോ മറ്റാർക്ക് വേണമെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ ആകാമായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണാധികാരി എന്ന് പറയുന്ന രജിസ്ട്രാറാ. അപ്പൊ ഇതിന്റെ ബാലപാഠം പോലും വായിക്കാതെയാണോ ഈ സഭയിലെ ഒരു മുതിർന്ന അംഗത്തെ എല്ലാ ദിവസവും എന്ന പോലെ മന്ത്രി പുച്ഛം പരിഹാസവും വാരിവിതറി എന്ന് പറയണം? ഇതിന്റെ അടിസ്ഥാനം എന്താണ് സാർ? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ വിചാരിക്കും ഈ നിയമം കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം എന്ത്? കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ SFIയുടെ സഹാക്കന്മാരെന്ത് ചെയ്തു? കുട്ടി സഹാക്കന്മാരാണല്ലോ, അവന്മാരെന്ത് ചെയ്തു? കുറെ ബാലറ്റ് പേപ്പർ എടുത്ത് കഴിച്ചു, അങ്ങ് തിന്നു. അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോഴും ജയിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബഹളമായി. അപ്പൊ ബഹളമായി കഴിഞ്ഞപ്പോ ബാലറ്റ് പേപ്പറിന്റെ ബാലൻസ് ശരിയാകുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? രജിസ്ട്രാർ പറഞ്ഞു
ആ SFI ജയിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. PC പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. SFI-കാരൻ ബാലറ്റ് പേപ്പർ തിന്നിട്ട് പോലും SFI-കാരൻ ജയിച്ചു എന്ന് എഴുതി കൊടുക്കാത്തതിന്റെ കലിപ്പ് പൊടിക്കുന്ന കലിപ്പടങ്ങണം. ഈ രജിസ്ട്രാർ കലിപ്പ് പൊടിക്കുന്ന അടങ്ങണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും വൈസ് ചാൻസലറുടെ ശുപാർശയില് നേരത്തെ പ്രോ വൈസ് ചാൻസലർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പോസ്റ്റായി മാറി. ആ പ്രോ വൈസ് ചാൻസലറെ ഇനി നിയമിക്കാൻ പോകുന്നത് സിൻഡിക്കേറ്റ് ആണ്. അപ്പൊ പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. ഈ പ്രോ വൈസ് ചാൻസലറുടെ യോഗ്യത നേരത്തെ പ്രൊഫസർഷിപ്പ് ആയിരുന്നു, അതങ്ങ് മാറ്റി. ഇപ്പൊ എന്താ, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതായത് പ്രൊഫസർമാര് പങ്കെടുക്കുന്ന യോഗത്തെ പ്രിസൈഡ് ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമായ PVC ആകുന്നത് എവിടുത്തെ ന്യായമാണ് സാർ? എന്തൊരു ന്യായമാണ് സാർ? എന്തൊരു നീതികേടാണ് സാർ? ഇനിയിപ്പോ രാഹുൽ പ്ലീസ്, ഞാൻ സമയത്തില്ല സാർ. അപ്പോ അപ്പോ ഇത് നമ്മൾ തൊട്ടു മുമ്പ് ഇറക്കിയ സ്വകാര്യ സർവകലാശാല, ആ സ്വകാര്യ സർവകലാശാലയുടെ പ്രത്യേകത എന്താ? ആ സ്വകാര്യ സർവകലാശാലയിലെ അധികാരങ്ങളെല്ലാം VC ഏൽപ്പിച്ചു. ഇവിടെ എന്താ, VCയുടെ അധികാരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുന്നു. അപ്പൊ വൈസ് ചാൻസലർ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി ആ അധികാരങ്ങൾ മുഴുവൻ മന്ത്രിക്ക് അടക്കി വാഴുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളിലെ ഭേദഗതികളെല്ലാം വരുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ മന്ത്രി എന്താ പറയുന്നത്? മന്ത്രി പറയുന്നത് കൽപ്പാന്ത കാലത്തോളം മന്ത്രി R. ബിന്ദു അല്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അത് ഞങ്ങൾക്കറിയാം മിനിസ്റ്ററെ. അത് മിനിസ്റ്റർക്ക് ബോധ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം 8 മാസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ UDF-ന്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോ പക്ഷെ ഇതിനകത്തെ വ്യവസ്ഥകൾ കൽപ്പാന്ത കാലത്തോളം മന്ത്രി R. ബിന്ദുവിന് ഗുണാനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല സാർ. ആകെ ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ആശാന്റെ ഒരു പ്രതിമയുണ്ട്. ആ ആശാന്റെ പ്രതിമ മാറ്റി എന്റെ പ്രതിമ വേണമെന്ന് മന്ത്രി പറയുന്ന ഒഴിച്ച മന്ത്രിയിലേക്ക് നിക്ഷിപ്തപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ശ്രമങ്ങളാണിത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ്. ഇതോടെ മന്ത്രി R. ബിന്ദു കയറി അങ്ങ് കടുപ്പിച്ചു. 4ാം കിട കുശുമ്പും നുണയും കൂട്ടിച്ചേർത്താണ് രാഹുൽ സംസാരിച്ചതെന്നും വെർബൽ ഡയറിയാണ് രാഹുലിന് എന്നും തന്റെ മകന്റെ പ്രായമുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ തനിക്കും പറയാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതോടെ മന്ത്രിയുടെ പരാമർശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചതും ഒക്കെ നമ്മൾ കണ്ടല്ലോ. വൈസ് ചാൻസലർ അധികാരവും അവകാശങ്ങളും വ്യക്തമായി ധാരണയുള്ള പ്രസ്ഥാനമാണ് CPM എന്നും മന്ത്രി പറഞ്ഞിരുന്നു. ബിന്ദുവിന് കിട്ടിയ അടി അതിരിപ്പതാണ്. അതിന്റെ ക്ഷീണം തീർക്കാൻ സൈബർ ഇടത്തിൽ രാഹുലിനെ കടന്നാക്രമിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് CPM വെട്ടുകിളിക്കൂട്ടം. മന്ത്രി ബിന്ദുവിനേക്കാൾ കരണം പുകയുന്ന അടി കിട്ടിയത് കല്യാശ്ശേരി MLA വിജിൻ സഖാവിനാണ്. സ്വകാര്യ സർവകലാശാലയെന്ന് കേട്ടപ്പോൾ പണ്ട് കയറെടുത്ത് വിജിൻ പറഞ്ഞ ഡയലോഗ് അതേപോലെ രാഹുൽ നിയമസഭയിൽ ആവർത്തിച്ചു. CPM-കാർക്കിപ്പോൾ പുഷ്പനെ അറിയില്ല, അതുകൊണ്ട് കണ്ട അമ്പലങ്ങൾ മുഴുവൻ സഖാക്കൾ പുഷ്പനെ അറിയാമോ പാടി നടക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. കൊടി ഉപയോഗിച്ചുകൊണ്ട് മുടക്കിയത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ 10 വർഷക്കാലമാണ് സാർ. എന്തിനാണ് സാർ ഇപ്പൊ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോഴെങ്കിലും ലളിതമായി പറഞ്ഞു തരൂ സാർ, എന്തിനാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഈ സ്വകാര്യ സർവകലാശാലകളെ എതിർത്തത്? ഇപ്പോ ഏതൊരു ഉത്സവപ്പറമ്പ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഉടനെ പാടുന്നുണ്ടല്ലോ, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. നിങ്ങൾക്ക് പോലും അറിയാത്ത, നിങ്ങൾ പോലും മറന്നുപോയ പുഷ്പനെ ഈ നാട്ടുകാരെങ്ങനെയാണ് സാർ അറിയുന്നത്? ഇപ്പോ ഈ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നിർദ്ദേശത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 10 ഏക്കർ ഭൂമിയും അതുപോലെ തന്നെ 25 കോടിയുമുള്ള ആർക്കും സ്വകാര്യ സർവകലാശാല തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, നിങ്ങൾ CPM അടുത്ത മാസം നിങ്ങളുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് മാറുകയാണ്. അങ്ങനെ വരുമ്പോ ശ്രീ A.K. ആന്റണി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഗവേഷണ കേന്ദ്രമാക്കുവാനായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഭൂമി അടക്കം വെറുതെ ആവുകയാണ്. അവിടെ നിങ്ങൾക്ക് ഒരു സ്വകാര്യ സർവകലാശാല ആരംഭിക്കാം. വേണമെങ്കിൽ ആ സ്വകാര്യ സർവകലാശാലയ്ക്ക് സഖാവ് പുഷ്പനെ അറിയാമോ മെമ്മോറിയൽ സ്വകാര്യ സർവകലാശാല എന്ന് പേരും കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിപ്പിച്ചോ. ബോംബ് നിർമ്മാണം പഠിപ്പിക്കാം, ഡൈനാമൈറ്റിന്റെ ഉപയോഗത്തെ പറ്റി പഠിപ്പിക്കാം, പിച്ചാത്തി നിർമ്മാണത്തെ പറ്റി പഠിപ്പിക്കാം. നിങ്ങൾക്ക് കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി പഠിപ്പിക്കാം. അതുപോലെ തന്നെ മാഷാ അല്ലാഹ് സ്റ്റിക്കർ പോലെയുള്ള സ്റ്റിക്കറുകൾ ഉത്പാദിപ്പിക്കുന്നതിനെ പറ്റി പഠിപ്പിക്കാം. ഇതെല്ലാം പഠിപ്പിക്കാനായിട്ടുള്ള എനിക്ക് മനസ്സിലാകാത്തത്, നിങ്ങളിപ്പോ സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ പോവുകയാണല്ലോ. നേരത്തെ കേരളത്തിന്റെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ ഇടയ്ക്ക് അമേരിക്കയിൽ നിന്ന് ആരോപിച്ച് 1-2 പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നെന്ന്. സാർ, എനിക്ക്
ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അവരെ കാണുകയാണെങ്കിൽ അവർക്ക് പിടിച്ചിട്ട് നമുക്കൊരു അവാർഡ് കൊടുക്കണം. കാരണം ഈ സർവകലാശാലകൾക്ക് അവാർഡ് കൊടുത്ത സമിതി ഉണ്ടല്ലോ, അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെയുള്ള സർവകലാശാലകളിൽ ഒറ്റയൊരെണ്ണത്താ VC ഉള്ളത്. കേരളത്തിലെ ആകെയുള്ള സർക്കാർ കോളേജുകളിൽ 90% ഇനി പ്രിൻസിപ്പൽ ഉള്ള വൈസ് ചാൻസലർ ഉള്ള കോളേജുകളുടെ അവസ്ഥ എന്താ? സിലബസ് തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ സമയത്ത് കൊടുക്കൂ? ഇല്ല. പരീക്ഷ നിങ്ങൾ സമയത്ത് നടത്തുമോ? ഇല്ല. ഇനി പരീക്ഷ സമയത്ത് നടത്താത്തോണ്ട് കൃത്യമായി മൂല്യനിർണ്ണയം നടത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് കാരണം കുട്ടികളുടെ വർഷം നഷ്ടമാകുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഉള്ള സർവകലാശാലകളെല്ലാം തകർത്തൊരു പരുവാക്കിയിട്ട് ഇപ്പൊ സ്വകാര്യ സർവകലാശാലയിലേക്ക് പോവാണ്. സന്തോഷം, നല്ല കാര്യം. 10 കൊല്ലം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ച കാര്യ. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷം മറുപടി പറയണം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസം പഠിക്കുവാനായി വിദേശത്തേക്ക് പോകേണ്ടി വന്ന കുട്ടികളോട് നിങ്ങൾ മറുപടി പറയണം. അങ്ങനെ 2 കമ്മികൾക്ക് പുറം പൊളിയുന്ന അടിയാണ് കിട്ടിയത്. സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ നിന്ന നിൽപ്പിലാണ് യൂ-ടേൺ അടിച്ചത്. ഞങ്ങളുടെ നെഞ്ചത്തെ സ്വകാര്യ സർവകലാശാലയ്ക്ക് തറക്കല്ലിടാൻ കഴിയൂ എന്നായിരുന്നു പണ്ട് ഇവരുടെ വെല്ലുവിളി. ഇന്നിപ്പോൾ സ്വകാര്യ സർവകലാശാല ഇല്ലാതെ കേരളത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും പിണറായിയുമൊക്കെ യൂ-ടേൺ അടിച്ചത്. നെഞ്ചത്ത് തുള വീണ് മരിച്ചവരുടെയും കിടപ്പിലായി നരകിച്ചു മരിച്ച പുഷ്പന്റെയും നെഞ്ചത്താണി അടിച്ചതിന് തുല്യമായി പോയി സഖാക്കളെ നിങ്ങളുടെ യൂ-ടേൺ അടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.